ഹായ് ഫ്രണ്ട്സ്, സ്വിൻ ടൈമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതുപോലത്തെ ഒരു ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട് നെക്കിലും അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ എക്സ്ട്രാ ഫാബ്രിക് യൂസ് ചെയ്ത് നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൽ ബട്ടനാണ് വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ളൊരു ടോപ്പ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് 1/2 മീറ്റർ തുണിയാണ്. അളവ് വരുന്നത് 5 വയസ്സ് മുതൽ 6 വയസ്സുള്ള അളവിലാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ആണ് വെട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് വെട്ടാം. അപ്പോൾ അതിന് ആദ്യം തുണീനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ വീതി 11 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച്, അപ്പോൾ അതിൻ്റെ പകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ മടക്കിയ വശത്തുനിന്ന് വേണം മാർക്ക് ചെയ്യേണ്ടത്. ഇനി കഴുത്തിൻ്റെ അകലമാണ്, അത് 2.5 ഇഞ്ചാണ്. അതും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 2 ഇഞ്ചാണ്. അപ്പം നമ്മൾ ഫ്രില്ല് വെച്ചിട്ടാണ് കഴുത്തിന് ചുറ്റും തയ്ക്കുന്നത്. അപ്പം നമുക്ക് 2 ഇഞ്ച് മതിയാവും. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് കൈക്കുഴിയാണ്. കൈക്കുഴി വരുന്നത് 5 ഇഞ്ചാണ്. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് കൈക്കുഴിക്കൊരു ഷേപ്പ് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ ചുറ്റളവ് വരുന്നത് 25 ഇഞ്ചാണ്. അതിൻ്റെ 4/1 6.5 ഇഞ്ച് എടുക്കുന്നു. ഇനി ടോപ്പിൻ്റെ ലെങ്ത്താണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ 17 ഇഞ്ചാണ്. അപ്പോൾ എത്രയാണ് നമുക്ക് ലെങ്ത്ത് വരേണ്ടത് അതനുസരിച്ച് അടയാളപ്പെടുത്താം. ഇനി ഇവിടെ ഞാൻ ഒരു ഷേപ്പിന് ഒരു 6 ഇഞ്ച് വീതിയിൽ ഇവിടെ അടയാളപ്പെടുത്താണ്. അപ്പോൾ ഒരു ടോപ്പ് തയ്ക്കുമ്പോൾ നമുക്ക് ഷേപ്പിൽ കിടക്കും. ഇനി ഈ 3 പോയിൻറ്റ്സും നമുക്ക് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. 1 ഇഞ്ചാണ് ഞാൻ ഇവിടെ തയ്യൽത്തുമ്പ് കൊടുക്കുന്നത്. ഈ ഒരു നെക്ക് പാറ്റേൺ തയ്ക്കുമ്പോൾ യു നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി കൈക്കുഴിയും നെക്കും നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇതൊരു പുതിയൊരു നെക്ക് പാറ്റേൺ ആണ്. ഫ്രില്ല് വെച്ചിട്ടാണ് നമ്മൾ നെക്കിലും ഈ തുണിയുടെ മുകളിലായിട്ട് ലൈനിങ് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് ഞാൻ വെട്ടുന്നത്. ഇനി നെക്ക് വെട്ടിക്കൊടുക്കാം. 2 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കെടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് പീസ് വെട്ടിക്കൊടുക്കാം. അപ്പോൾ അതിനുള്ള തുണി ഇതുപോലെ എടുത്ത് രണ്ടായിട്ട് മടക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആദ്യം വെട്ടിയ ഫ്രണ്ട് പോർഷൻ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഈ സെയിം മെഷർമെൻറ്റ്സ് തന്നെ അടയാളപ്പെടുത്താം. അപ്പോൾ ഈ തുണിയുടെ മടക്കിയ വശത്തായിരിക്കണം ഈ ഒരു സൈഡ് വയ്ക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ നെക്കും കൈക്കുഴിയും അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് നെക്ക് 2 ഇഞ്ച് തന്നെയാണ് ഇറക്കം കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ 2.5 ഇഞ്ച് കൂട്ടി കൊടുക്കാം. നമ്മൾ എന്തായാലും ബാക്കിൽ ബട്ടൺസ് വെക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് ലൂസ് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴിയും നെക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്ക് പീസും റെഡിയായി. ഇനി നെക്കിന് വെക്കാനുള്ള പീസാണ് വെട്ടുന്നത്. ഇതിന് ഞാൻ 3 ഇഞ്ച് വീതിയാണ് എടുത്തത്. ഇതിൻ്റെ നീളം നമുക്ക് അളന്ന് നോക്കാം. അതിൻ്റെ നീളം വരുന്നത് 11 ഇഞ്ച്. അപ്പോൾ 22 ഇഞ്ച് നീളമുള്ള തുണി എടുക്കാം. ഇതിൻ്റെ പീസായിട്ട് ഞാൻ മുറിച്ച് ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കി ഇവിടെ ഒരു 1/4 ഭാഗം ഇഞ്ച് വിട്ടിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഫ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലീറ്റ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ചുരുക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഷോൾഡർ തയ്ച്ചു കൊടുക്കാം. ഇവിടെ നമ്മളിത് ഫിനിഷ് ചെയ്തു. ഇനി നെക്കിൽ ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ചുരുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ ഒരു നൂല് ഇതുപോലെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചുരുക്ക് കിട്ടും.
അപ്പോൾ ചുരുക്ക് വേണ്ടാത്തവർക്ക് നമുക്ക് ഫ്ലീറ്റ്സ് ഈ സെയിം മോഡലിൽ തന്നെ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്ത്, ടോപ്പിൻ്റെ നല്ല വശത്ത് ഈ തുണി ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ബാക്കിൽ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഫുള്ളും ബാക്കിൽ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ തുണി ഇച്ചിരി കൂടുതൽ നീളത്തിലെടുക്കാം. അപ്പം നമുക്കത് ചുറ്റും റൗണ്ടായിട്ട് തയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിന് മുകളിൽ അടിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഇപ്പം നെക്ക് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ബാക്ക് പീസിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് പൈപ്പിംഗ് കൊടുക്കാം. ഇനി ഈ ഫ്രണ്ട് നെക്കിൽ നമ്മൾ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു 1.5 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ട് ഈ സെയിം തുണി തന്നെ പൈപ്പിംഗ് കൊടുക്കുക. ഇതുപോലെ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ഫ്രണ്ട് നെക്കിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതുപോലെ ബാക്ക് വശം വെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് നീളത്തിലാണ് തുണി വെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു സെയിം കളറിൽ തുണി ചീത്തവശം മറിച്ച് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിന് ഈ ഒരു വി ഷേപ്പിൽ അടിച്ചു കൊടുക്കുകയാണ്. ടോപ്പിൻ്റെ ഈ ഒരു സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മളിവിടുന്ന് തയ്ച്ചു തുടങ്ങാം. നമ്മളിവിടെ ബട്ടൺസ് ആണ് വെക്കുന്നത്. സിബ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു സൈഡ് ഞാൻ തയ്ച്ചു. ഇനി ഇവിടെ സൂചി വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ തയ്ച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ വെട്ടിക്കൊടുക്കുകയാണ് സ്ട്രെയിറ്റ് ആയിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബാക്ക് വശം ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹുക്കോ അല്ലെങ്കിൽ ബട്ടൺസ് വെച്ച് കൊടുത്താൽ മതി. ഇനി കൈയിൻ്റെ 2 സൈഡിലും ഞാൻ പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 കൈയിലും നമ്മൾ പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിൽ ഞാനൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അതിനി ഇങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് പീസ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 1.5 ഇഞ്ചാണ്. അത് ഈ ടോപ്പിൻ്റെ ഒരു ഫ്രില്ലിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ആ സെയിം ലെങ്ത്തിൽ തന്നെ ഫ്ലീറ്റ്സ് ഇട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കാം. നടുക്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് തയ്ക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. സെയിം അളവിൽ തന്നെ ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ഫുള്ളും നമ്മളിത് സ്റ്റിച്ച് ചെയ്യാണ്. ഇതിന് അരികുവശം ഞാൻ തയ്ച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അത് സിക്സാഗ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നടുക്കിൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് ടോപ്പിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പം മുകളിൽ ആ പീസ് വെച്ചതിന് അടിയിലായിട്ട് ഈ ഫ്ലീറ്റ്സ് വെച്ച് നമ്മൾ നടുക്കിൽ ഇതുപോലെ ഒരു റിബൺ വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. മുകളിൽ ഈ റിബൺ വേണമെങ്കിൽ നമുക്ക് സൈഡിലും വേണമെങ്കിൽ തയ്ച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ നടുക്കിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിൻ്റെ 2 സൈഡ് ഭാഗവും അടിച്ചു കൊടുക്കാം. ഇതുപോലെ ടോപ്പിന് മറിച്ചിട്ടിട്ട് നമുക്ക് കൈക്കുഴിയും ചെസ്റ്റും എല്ലാം അടയാളപ്പെടുത്താം. അപ്പം ആദ്യം കൈക്കുഴി 5 ഇഞ്ച് അടയാളപ്പെടുത്താണ്. അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം ഒരു സൈഡിലത്തെ അടയാളപ്പെടുത്താം. 12.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ഇവിടുത്തെ ഷേപ്പ് ഞാൻ ഒരു 11.5 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ചിൽ അടയാളപ്പെടുത്താം.
ഇനി താഴത്തെ വീതി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 2 സൈഡ് ഇതുപോലെ അടിച്ചു കൊടുക്കുക. പിന്നെ താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് നെക്കിലുള്ള ഒരു ടോപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇത് തയ്ച്ചു നോക്കാം. താങ്ക് യു.